ഹലോ, ഞാൻ സുരയ്യ ഷാഫി. വീണ്ടും നമ്മളുടെ യൂട്യൂബ് ചാനലായ സുരയ്യാസ് ആർട്ടിസ്റ്റിൽ നിന്നും. ഇന്നത്തെ സ്പെഷ്യൽ എന്താ? ഇന്ന് ആ, ഒരു ഒരു കുക്ക് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ. മട്ടൻ തോരൻ. മട്ടൻ തോരൻ എങ്ങനെ വരും എന്ന് പറഞ്ഞാൽ, എല്ലാവരും പറയുന്നു തിരുവനന്തപുരം സ്പെഷ്യലാണ് എന്ന്. എന്നാലും ഞാനും തിരുവനന്തപുരത്തുകാരി തന്നെയാണ്, എൻ്റെ ഭർത്താവും തിരുവനന്തപുരം തന്നെയാണ്. പക്ഷേ എനിക്ക് തിരുവനന്തപുരത്ത് കണിയാപുരം സ്പെഷ്യൽ എന്ന് പറയാനാണ് ഇഷ്ടം. കാരണം ഞാനത് കണിയാപുരത്ത് വന്ന ശേഷമാണ് ഇത് ധാരാളമായി ഇങ്ങനെ കാണുന്നത് വെറൈറ്റി ആയിട്ട്. അപ്പോൾ അതിന് ശേഷം ഏതൊരു പലഹാരത്തിൻ്റെയും കൂടെ. എന്നാലും ഇപ്പോൾ ഞാൻ ഇന്ന് എടുക്കുന്നത് ഒരു ഡിന്നറിന് വേണ്ടിയിട്ടാണ് ഈ മട്ടൻ തോരൻ വെക്കാൻ വിചാരിച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് യൂട്യൂബിലുള്ള എൻ്റെ ഫ്രണ്ട്സിനും കൂടി അത് ഷെയർ ചെയ്യാം. കാരണം മട്ടൻ തോരൻ എന്ന് പറഞ്ഞുകൊണ്ട് വെക്കുമ്പോൾ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര സ്പെഷ്യലായിട്ടുള്ള ഒരു വിഭവമാണ്. അത് ആർക്ക് കൊടുത്താലും അവർ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, കഴിച്ചിട്ടില്ല എന്നുള്ള ഒരു വാക്ക് തന്നെയാണ് എപ്പോഴും ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ വന്ന് കയറിയ വീട്ടിൽ നിന്നാണെങ്കിലും ഒത്തിരി ഭംഗിയായിട്ട് മട്ടൻ തോരൻ വയ്ക്കും എന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത്. അപ്പോൾ ആ ഒരു മട്ടൻ തോരനാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്കും ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ എന്താണെന്നും ഒക്കെ കാണുകയും ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ ഇന്ന് ഇതിൻ്റെ കൂടെ എടുക്കുന്നത് ഇടിയപ്പമാണ്. ഇതിൻ്റെ കൂടെ സത്യത്തിൽ ഏറ്റവും കൂടുതൽ ചേരുന്നത് ഇടിയപ്പമൊന്നും അല്ല, അത് തേങ്ങ ഇട്ടിട്ടുള്ള ഒറട്ടി. അതെനിക്ക് അങ്ങനെ കണിയാപുരം സ്പെഷ്യൽ എന്നൊന്നും പറയാൻ പറ്റില്ല. തേങ്ങ ഇടുന്ന ഒറട്ടി അത് പല നാട്ടിൽ പല പേരിൽ പറയുന്നുണ്ട്. പിന്നെ കല്ല് പത്തിരി, കട്ടിപ്പത്തിരി, തേങ്ങാപ്പത്തിരി, തേങ്ങ ഒറോട്ടി ഇങ്ങനെ പല 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 പേരിലാണ് അറിയപ്പെടുന്നത്. പക്ഷെ ശരിക്കും ഞങ്ങളൊക്കെ പറയുന്നത് ഒറട്ടി എന്നാണ്. അപ്പോൾ ഒറട്ടി എന്ന് പറഞ്ഞാൽ അതിൽ തേങ്ങ മസ്റ്റാണ്, അല്ലെങ്കിൽ നിർബന്ധമായിട്ടും അതുണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഒറട്ടിയാണ് ഞങ്ങൾക്ക് ഈ ഇറച്ചി തോരത്തിന് കൂടെ ഏറ്റവും നല്ല കോമ്പിനേഷൻ. അപ്പോൾ ഇന്ന് അതിനുള്ള ഒരു ടൈം ഇല്ലാത്തത് കൊണ്ടാണ് ഇടിയപ്പം എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു റെസിപ്പി കണ്ടുവരാം, എന്നിട്ട് ബാക്കി കാര്യം. സവോള 2 കുറച്ചൊന്ന് ചെറുതായിട്ട് അരിഞ്ഞാൽ മതി. ടൊമാറ്റോ 1, പിന്നെ ഇഞ്ചി, അതുപോലെ ഒരു 5-6 പച്ചമുളക് അരിഞ്ഞത്, അടുത്ത് പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, പിന്നെ വെളുത്തുള്ളി ഒന്ന് ക്രഷ് ചെയ്തത് കുറച്ച്. അതൊക്കെ നിങ്ങൾ ആവശ്യത്തിന് എടുത്താൽ മതി. നെക്സ്റ്റ് വേണ്ടതെന്ന് പറയുന്നത് വറുക്കാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ്. ഒരു മുറി തേങ്ങ, ഒന്നല്ല, ഒരു മുറി തേങ്ങ, അല്പം മഞ്ഞൾപ്പൊടി, കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞത്, പെരുംജീരകം മുഴുവനെയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ പൊടി, കുറച്ച് കറിവേപ്പിലയും. അടുത്തത് താളിക്കാൻ കടുക് പറയുന്ന നമ്മൾ പറയുമല്ലോ, അതിനായിട്ട് 1, കുറച്ച് ചെറിയ ഉള്ളി, ഒരു പിടി വേണം കേട്ടോ, ഒരു കൈ അരിഞ്ഞത്, കറിവേപ്പില, നമ്മുടെ ഉണക്കമുളക്, ഇത്രയും. പിന്നെ മട്ടൻ നന്നായി കഴുകി അതിൻ്റെ വെള്ളമൊക്കെ മാറ്റി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഏകദേശം 1 kg ആണ് ഇതിലുള്ളത്. കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. കാരണം പിന്നീട് വീണ്ടും നമുക്ക് ഓയിൽ ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊഴിച്ചിട്ട് പട്ടയും ഗ്രാമ്പൂവും ആ ഒരു ഏലക്കായും ഒക്കെ ഒന്ന് ഇടാം. ഏലക്ക ജസ്റ്റ് ഒന്ന് ചതച്ചേക്കണേ. അത് എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടായി എന്ന് തോന്നുമ്പോൾ നമുക്ക് അടുത്ത് ഇടേണ്ടത് വെളുത്തുള്ളിയും ഇഞ്ചിയും, പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് പച്ചമുളകൊക്കെ ഇടാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതെല്ലാം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതൊന്ന് ചെറുതായി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മൂത്ത് വരുമ്പോൾ അതിൻ്റെ കൂടെ പ്രത്യേകിച്ച് ഈ പട്ട, ഗ്രാമ്പു, ഏലക്കയൊക്കെ ഒരു വല്ലാത്തൊരു മണമാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ ആവുമ്പോൾ നമുക്കതിലേക്ക് ആ സവോളയും ടൊമാറ്റോയും എല്ലാം ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കുക. അങ്ങനെ സെപ്പറേറ്റ് വഴറ്റി അതിൻ്റെ ഒന്നും ആവശ്യമില്ല, പ്രത്യേകിച്ച് ഈ തോരൻ എന്ന് പറയുന്ന ഒരു സാധനത്തിന്. അപ്പോൾ അതെല്ലാം കൂടി ഇട്ട് അല്പം ഉപ്പും ഒക്കെ ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി പിന്നീട് നമുക്കത് ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാൻ പറ്റും. ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും ഫേവററ്റ് ഐറ്റമാണ് ഈ മട്ടൻ തോരൻ എന്ന് പറയുന്നത്. ഒത്തിരി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളത്.
അപ്പോൾ ഇനി അതവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി വരട്ടെ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഒരു പൊടികളൊക്കെ ഒന്ന് എടുക്കാം. ഞാൻ 2 സ്പൂണ് മുളക് പൊടി, എരിവുള്ളത് തന്നെയാണ് എടുക്കുന്നത്, കാരണം തേങ്ങയൊക്കെ ചേർക്കുന്നത് കൊണ്ട്. പിന്നെ ഒരു ജസ്റ്റ് കളർ നന്നാവാൻ വേണ്ടി ഒരു ചെറിയ ടീസ്പൂണിൽ ഞാൻ കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ അല്പം മഞ്ഞൾപ്പൊടി, അല്പമല്ല, ഒരു ടീസ്പൂണോളം നമുക്ക് പെരുംജീരകപ്പൊടി, പിന്നെ കുറച്ച് 1/2 സ്പൂണ് മല്ലിപ്പൊടി. മല്ലിപ്പൊടിയാണ് ഏറ്റവും കുറഞ്ഞ് ഇതിൽ ചേരുന്ന ഐറ്റം. കാരണം തോരനായതുകൊണ്ട് നമുക്ക് ഇറച്ചിക്കറിയാണെങ്കിൽ കൂടുതൽ വേണം. അതിൻ്റെ കൂടെ ഉപ്പും ഇട്ട് ഒരു 1/2 കപ്പ് വെള്ളം തന്നെ തികച്ച് വേണ്ട. എന്താണെന്ന് വെച്ചാൽ കാരണങ്ങൾ 2ആണ്. ഒന്ന്, മട്ടൻ വെന്ത് വരുമ്പോൾ തന്നെ നമുക്ക് ആവശ്യമുള്ള വെള്ളം അതിൽ കിട്ടും. 2 എന്ന് പറയുന്നത് തോരനായതുകൊണ്ട്. എന്നാലും ഒരല്പം വെള്ളം വേണം. അതെന്തിനാണ് എന്ന് ഞാൻ പിന്നീട് ഇതൊന്ന് വെന്ത് വന്ന ശേഷം പറയാം. അപ്പോൾ ഒരു 1/4 കപ്പിനും 1/2 കപ്പിനും ഇടയിലുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് വേണം ഇത് നമുക്ക് ഇടാൻ. അടുത്ത് നമുക്ക് അത് വെന്ത് വരുന്ന സമയത്ത് തന്നെ ഈ തേങ്ങ നമ്മൾ എല്ലാം ചേർത്ത് വെച്ചിട്ടുണ്ടല്ലോ ഒരു ഫ്രൈ പാനിൽ, അതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം. വറുക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ബ്രൗൺ കളറ് അങ്ങനെയൊന്നുമല്ല, ആ മഞ്ഞപ്പൊടിയൊക്കെ ചേർന്നിട്ടൊരു മഞ്ഞ കളറാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ അറിയാം, നമ്മളാ വീട്ടിൽ അമ്മമാരൊക്കെ തേങ്ങ തീയലിന് വറുത്താലും മീൻകറിക്ക് വറുത്താലും ഒക്കെ ഇടയ്ക്കൊരല്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. ആ ഒരു ട്രിക്ക് ഞാൻ ഇതിലും എടുത്തിട്ടുണ്ട്. അപ്പം അതൊന്ന് ആ പച്ച ഒന്ന് മാറണം, അല്ലാതെ ബ്രൗൺ കളറാകേണ്ട ആവശ്യമില്ല. അതിനുശേഷം അതിനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ മട്ടൻ്റെ ഇതിനൊക്കെ ഞാൻ എടുക്കുന്നത് ഒരു 4 ആവിയൊക്കെയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. കുക്കറിൽ 3 മുതൽ 4 വരെ, 4 തന്നെ മിക്കവാറും എടുക്കും. അപ്പം ഞാൻ ഈ തേങ്ങ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് എടുത്ത് വെക്കുന്ന സമയത്തും നമുക്ക് അടുത്ത പരിപാടി ചെയ്യാം. 3ാമത്തെ ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലോ, ഒന്ന് വറുത്തെടുക്കുക എന്ന് പറയുന്നത്. നമ്മൾ ഒരു പിടി ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചതുണ്ടല്ലോ, അപ്പോൾ അതും ഉണക്കമുളകും കറിവേപ്പിലയും ഒക്കെ ഇട്ട് നമുക്കതിനെ ഒന്ന് താളിച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതിൽ ഇപ്പോൾ നമ്മൾ കറിവേപ്പില മുളകൊക്കെ ഒന്ന് മുറിച്ചൊക്കെ ഇടുകയാണെങ്കിൽ എല്ലാത്തിനും വേറൊരു രുചിയാണ്. നമ്മൾ കറിവേപ്പില 2ആയി മുറിച്ചിട്ടാൽ, മുളക് 2ആയി മുറിച്ചിട്ടാലൊക്കെ നമുക്ക് അതിനകത്ത് നിന്നുള്ള ഒരു മണവും ഗുണവും ഒക്കെ ഇറങ്ങിക്കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്യുക. അതുപോലെ പ്രധാനമായിട്ടൊരു കാര്യം പറയേണ്ടത്, ഈ ഉള്ളി വറുത്തെടുക്കാനേ വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം കേട്ടോ. മറ്റേ ആദ്യം നിങ്ങൾ ഒഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. രണ്ടാമത് നമ്മൾ ഈ വറക്കുന്നത് സ്പെഷ്യലായിട്ട് വെളിച്ചെണ്ണ തന്നെ കൊടുക്കുക. അപ്പോൾ അതും നമ്മൾ എടുത്ത് മാറ്റി. ഒരേ സമയത്ത് തന്നെ നമുക്കെല്ലാം ചെയ്യാൻ പറ്റും. കാരണം മട്ടൻ വേവുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യാം, മട്ടൻ നമുക്ക് റെഡിയാക്കുന്ന സമയത്ത് തേങ്ങ ഒന്ന് വറുത്ത് വയ്ക്കാം. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ആ ഒരു സമയം കൊണ്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം ഞാനിതേ കുക്കർ ഒന്ന് തുറന്നേ. ഇതേ എന്താ അല്ലേ ആവി! ഇവിടെ നിൽക്കുന്നവർക്ക് അതിൻ്റെ മണം സഹിക്കാൻ വയ്യ. അപ്പോൾ ഞാൻ ഇതിനാണ് ഒരു 1/4 കപ്പ് 1/2 കപ്പ് വെള്ളം ഒഴിക്കണം എന്ന് പറഞ്ഞത്. അതായത് ഇങ്ങനെ ഒരു ചെറിയൊരു ഗ്രേവി വേണം. ഈ ഗ്രേവിക്കകത്ത് തേങ്ങ വറുത്തതിട്ടാലേ അതും നന്നായിട്ട് ഇതുമായിട്ട് മിക്സ് ചെയ്ത് ആ തേങ്ങയുടെ മണമൊക്കെ ഇതിലേക്ക് ഇറങ്ങി ഒന്ന് മിക്സ് ആവുള്ളൂ. അല്ലാതെ ഒത്തിരി ഡ്രൈ ആയി ഇരുന്നിട്ട് ഇത് ഇട്ടാൽ നമുക്ക് അത്ര ടേസ്റ്റി ആയിട്ട് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒരു അല്പം വെള്ളമൊക്കെ ചേർക്കണം എന്ന് നേരത്തെ പറഞ്ഞിരുന്നില്ലേ, ഒരു 1/4 കപ്പ് 1/2 കപ്പ്. അപ്പോൾ അതും കൂടി ഉണ്ടെങ്കിലേ നമുക്ക് ആ ഒരു മിക്സിൻ്റെ കറക്റ്റ് ഒരു ഇത് കിട്ടത്തുള്ളൂ. അപ്പോൾ അതിലേക്ക് തേങ്ങ ഇട്ടതിനെ നന്നായിട്ട്, ഈ ഒരു ഇത് കൊണ്ടാണ് നമുക്ക് ആ ഗ്രേവി നന്നായിട്ടൊന്ന് തേങ്ങയുമായിട്ട് ചേർന്ന് വരുന്നത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് താളിച്ച് വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ അതിൽ ഒഴിക്കാം. നമ്മൾ ചെറിയ ഉള്ളിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതെല്ലാം മൂപ്പിച്ച് വെച്ചിരുന്നതെല്ലാം കൂടി അതിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒന്ന് നന്നായിട്ട് അതിൽ ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. അതിന് മുന്നേ എന്നെപ്പോലെ നിങ്ങൾക്കും ഉണ്ടോ ഈ സ്വഭാവം? നമ്മൾ കടുക് വറുക്കുന്ന പാത്രത്തിലേക്ക് കുറച്ചെടുത്ത് ഇട്ട് അതിലോട്ട് ഒഴിച്ചാലേ സമാധാനം ഉണ്ടാവൂ എന്നുള്ളത് എനിക്കങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം നമ്മൾ എല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് അതൊന്ന് ഇളക്കി എടുത്ത് നമുക്ക് വിളമ്പാൻ പാകത്തിനായിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടല്ലോ അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി എത്രയാണ് എന്നുള്ളത്.
വെള്ളമായിട്ടും ഇരിക്കാൻ പാടില്ല, എന്നാൽ ഒത്തിരി ഡ്രൈ ആയിട്ടും ഇരിക്കാൻ പാടില്ല. എന്താ ഒരു ഭംഗിയല്ലേ? ഇനി നമുക്കത് ഒന്ന് സെർവ് ചെയ്തെടുക്കാം. നമ്മുടെ ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഞാൻ എടുക്കുകയാണ്. ആവി പറക്കുന്ന മട്ടൻ തോരൻ എന്നൊക്കെ നമുക്ക് പറയാം അല്ലേ? അപ്പോൾ എല്ലാവരും ഈ ഒരു മട്ടൻ തോരനൊന്നും അങ്ങനെ കോമൺ ആയിട്ട് കാണുന്നതല്ലല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ പറയുക. നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും. അതിനായിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനും കൊടുക്കണം. അപ്പോൾ നമ്മളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ മുന്നിലെത്തും. ഉടനെ കാണാം. അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഒത്തിരി ആവശ്യമുള്ളത്. ഒന്നും മറന്നു പോകണ്ട കേട്ടോ. വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അടുത്ത ഒരു വീഡിയോയുമായിട്ട് പുതിയ കണ്ടെത്തലുകളാണല്ലോ, അതുമായിട്ട് വീണ്ടും നമുക്ക് തമ്മിൽ കാണാം.